നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ശുഭാംശു എന്ന ഇപ്പം നമ്മുടെ കൂടെ അല്ല ബഹിരാകാശത്ത് പോയിട്ട് വന്ന ശുഭാംശുവിൻ്റെ കൂടെ അതേ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ് പ്രശാന്തും ഇതുപോലെ ഗഗൻയാൻ മിഷൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുമാണ്. അപ്പം മൊത്തത്തിൽ ഈ ബഹിരാകാശ സഞ്ചാരിയൊക്കെ ആയിട്ടുള്ള ജീവിതം എങ്ങനെയാണ്? വളരെ വിചിത്രമായ ജീവിതമാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു മനുഷ്യ ശരീരത്തിനെ ഇത്രയും ഒരു മെഷീനെ പോലെ ആക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് വരുന്നവരാണ്. ടെക്നോളജി ഓക്കെ, അത്യാവശ്യം അറിയാം. ഹ്യൂമൻ ഹെൽത്ത് ഓക്കെ. ഈ ഓപ്റ്റിമൽ ഹെൽത്തിന് 24 മണിക്കൂറും 365 ഡേയ്സും ജീവിക്കുക എന്ന് പറയുന്നത് സ്പേസ് റെഡി ആയിട്ടുള്ളൊരു ബോഡി. അതായത് നമുക്ക് ജി ഫോഴ്സസ് എടുക്കാം, നമുക്കല്ല അവർക്ക് ജി ഫോഴ്സസ് എടുക്കാൻ പറ്റണം. അതുപോലെ അവരുടെ ഹെൽത്ത് അത്ര ഓപ്റ്റിമൽ ആയിരിക്കണം. അവർക്ക് ഹെൽത്ത് ക്രൈസിസ് വരാൻ പാടില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ. ബിക്കോസ് അവർ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, ഒരു ടീം ഓഫ് ഡോക്ടേഴ്സായിട്ടൊന്നുമല്ലല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫിറ്റ്നസ്, ഹെൽത്ത് വേറെ ഫിറ്റ്നസ് വേറെ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ജീവിതം കൊണ്ടു നടക്കുന്ന ഒരാളുടെ കൂടെ അതുപോലെ മെൻ്റൽ ഫിറ്റ്നസ്, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഒരു മാത്തമാറ്റിക്സ് ഇക്വേഷൻ, അതായത് സെൻട്രിഫ്യൂഗിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്സ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് കുറച്ച് സൂപ്പർ ഹ്യൂമൻ കപ്പാസിറ്റീസ്. ഭാര്യ എന്നുള്ള നിലയ്ക്ക് സ്ട്രെസ് കൊടുക്കുന്നില്ലേ? ഞാനോ? ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് 3 നേരം വേണ്ട ഹെൽത്ത് ഫുഡ്സ് ഉണ്ടാക്കി കൊടുക്കലായിരുന്നു ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ജോലി. 1.5 വർഷമായിട്ട് ഈ മനുഷ്യർ കഴിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്രയും ലീഫി ഗ്രീൻസ്, ഇത്രയും പ്രോട്ടീൻ, ഇത്രയും ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ, അത് കുക്ക് ചെയ്തിട്ടുള്ള ഓയിൽസ്, അതിൻ്റെ കൂടെ കഴിക്കുന്ന കാർബ്സ് സ്ലോ റിലീസ് കാർബ്സ് ആയിരിക്കണം. അങ്ങനെ വളരെ സെറ്റായിട്ടുള്ളൊരു സംഭവം. പിന്നെ എനിക്കും ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞാനിത് കുറേ വർഷങ്ങളായിട്ട് പഠിച്ച എൻ്റെ ഓൺ ഹെൽത്ത് ഓപ്റ്റിമൈസേഷന് വേണ്ടി, പിന്നെ വിമൻസ് ഹെൽത്തിന് വേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അത് നന്നായിട്ട് ഇപ്പോൾ 1.5 വർഷം ഡെയിലി 3 നേരം ഫുഡ് ഉണ്ടാക്കലായിരുന്നു എൻ്റെ ജോലി. എങ്കിലും പാലക്കാടുകാരനായ പ്രസാദിന് ദോശ സാമ്പാർ കഴിക്കാൻ തോന്നാറില്ല? ഇടയ്ക്ക് ദോശ കഴിക്കുമല്ലോ, പക്ഷെ ഞങ്ങൾ കീനുവ ദോശ ഉണ്ടാക്കും, റാഗി ദോശ ഉണ്ടാക്കും, ഗ്രീൻ ഗ്രാം വെച്ചിട്ടുള്ള പെസറിട്ട് എന്ന് പറഞ്ഞ കന്നഡിക ടൈപ്പ് ദോശ, മില്ലറ്റ്സ് വെച്ചിട്ടുള്ള. അപ്പം നമ്മളെപ്പോഴും അരിദോശ തന്നെ കഴിക്കില്ല. എനിക്ക് തോന്നുന്നു നാസ മിക്കവാറും ഇനി ലെനയുടെ അടുത്ത് അവിടെ ജോയിൻ ചെയ്യാൻ പറയും. അവിടുത്തെ ഈ ആസ്ട്രോനോട്സിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധ്യതയുണ്ട്. നാസ ഭയങ്കര വിചിത്രമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ഔട്ട് ഓഫ് സ്പേസ് പോയ ഒരു ഫീലിംഗ് കിട്ടും അവിടെ പോകുമ്പോൾ തന്നെ, ആ വിസിറ്റ്. ശരി. അപ്പോൾ ഈ ഇവർ പോകുന്ന പേടകം ഉണ്ടല്ലോ, എന്താ പേരൊന്നും എനിക്ക് അറിയില്ല, ആ സാധനമൊക്കെ കണ്ടോ? ഓ, സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉൾഭാഗം കാണാം. അതുപോലെ മറ്റേ ഫാൽക്കൺ 9 കണ്ടിട്ടില്ല, അവരുടെ ലോഞ്ച് വെഹിക്കിൾ ഞാൻ കണ്ടിട്ടില്ല. അത് ഏകദേശം ഒരു 21 സ്റ്റോറി ബിൽഡിങ്ങോ അത്രയും ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.